ഒരു വലിയ സാമ്രാജ്യം നമ്മൾ നിർമ്മിച്ചു വെച്ചിട്ട് അതിന്റെ തലക്കിട്ടൊരു കോട്ട് കിട്ടി ഒന്ന് തകർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ചങ്ക് പൊട്ടിപ്പോത്തില്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പേർളിമാണി വന്നത്. പേർളിമാണിയെ കുറിച്ച് ഞാൻ എന്തിനാണ് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി നമ്മൾ ഈ ഡൽഹിയിൽ നടന്ന ആ പ്രൊട്ടസ്റ്റും ആ സമരവും ആ CJP എന്ന് പറയുന്ന ആ ഒരു പാർട്ടി ആ ഒരു ബേസിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയുടെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സംഭവങ്ങളൊക്കെ കണ്ടതാണ്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് പേർളിമാണി ഒന്ന് രണ്ട് സ്റ്റോറിയൊക്കെ ഇട്ടിരുന്നു. ആ ഒരു സമരത്തെ സപ്പോർട്ട് ചെയ്ത് അതിലെ പിള്ളേരെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് വേഗം വീട്ടിൽ പോകോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി പോകുമെന്നും പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിൽ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിലൊരു സ്റ്റോറിയൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിന് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടിത്തുടങ്ങി. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫോളോവേഴ്സ് അങ്ങ് താഴോട്ട് പോകാൻ തുടങ്ങി. ഫോളോവേഴ്സ് പോകുന്ന കാര്യമാണ് ഈ ചീട്ടുകൊട്ടാരം പോലെ പോകുന്ന കാര്യം പറഞ്ഞു. അപ്പം ആൾക്കാർ വിമർശിച്ചുകൊണ്ടിരുന്നു. സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ലാത്തൊരു സാഹചര്യം വന്നു. കാരണം രാജ്യത്ത് അത്രയും വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നത്തിന്റെ ആ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് അവിടെ ന്യായമുള്ളതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തേക്ക് പോകുന്നത് പോലും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒട്ടാകെ ഇളക്കിയ ഒരു വലിയ പ്രൊട്ടസ്റ്റ് ആ ഒരു സമരം നടന്നതിന്റെ ഇടയ്ക്കാണ് പേർളിമാണിയുടെ വക ഇങ്ങനെ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതിയിൽ ഒരു സംസാരം വന്ന് എന്തായാലും സംഗതി കയ്യിൽ നിന്ന് താഴെ പോയി എന്ന് കണ്ടപ്പോൾ മനസ്സിലായോടെ ഇപ്പം മാപ്പ് 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 എന്നും പറഞ്ഞൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. പോസ്റ്റാണ് ഞാനിട്ടത്. ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഇട്ട് കുറച്ച് നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. ഞാനിതിടുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 മണി ആ ടൈമിലൊക്കെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ നല്ല വശമാണ് കണ്ട്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫായിട്ടിരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങളിത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല, ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ് ബിക്കോസ് ഞാൻ ഈ റീൽസൊക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പോസ്റ്റ് കണ്ടു, എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നുവെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ. അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ അതായത് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കും അല്ലേ. ഞാൻ എഴുതിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ടൂൺ ഉണ്ടല്ലോ, ആ ടൂണിനല്ല നിങ്ങൾ കേട്ടത്. ഞാൻ ഉദ്ദേശിച്ച ടോൺ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞ അതായത് ഞാൻ ഇങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് അയ്യോ പാപം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾ കേട്ടത് ഇങ്ങനെ എവിടോ നീയൊക്കെ ആ ഒരു രീതിയിലാണ്. അതായത് പുള്ളിക്കാരി എഴുതിയതും നമ്മൾ വായിച്ചതും വേറെ രീതിയിലാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷേ ഈ വായിച്ചവർക്കും കണ്ടവർക്കും ഒക്കെ ഏകദേശം അതിന്റെ ടൂൺ മനസ്സിലായി. അതല്ല ഇത്രയും പേരുടെ സപ്പോർട്ട് പോയത്. പേർളിമാണിയെ പോലെ ഇത്രയും ജനകീയമായിട്ടുള്ള ഒരു എന്താ പറയുന്ന അവതാരക, ഒരു ആങ്കർ, എത്ര എന്റർടൈനിങ് ആയിട്ട് അവർ ഓരോ സിനി ആർട്ടിസ്റ്റിനെ ഒക്കെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു. വളരെ രസകരമായിട്ട് 1 മണിക്കൂറുള്ള ഇന്റർവ്യൂ ഒക്കെയാണ് നമ്മൾ മുഴുവൻ നേരം ഇരുന്ന് കാണാൻ തന്നെ അതിന് അതിൻ്റെതായ ഒരു രസമൊക്കെ ഉള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് മൊത്തത്തിലൊന്ന് വിഷമമായി. ആ സങ്കടമാണ് എല്ലാവരും കൂടെ മാന്യമായ രീതിയിൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞതും അല്ലാതെ മോശമായ രീതിയിലൊക്കെ സംസാരിച്ചതും ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ പ്രതികരിച്ച രീതി. പക്ഷേ ചെയ്തത് തെറ്റിപ്പോയില്ലേ. എല്ലാവരും എന്താ പറയുന്ന ആ CJP എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ആ കുട്ടികൾ ചെയ്ത ആ ഒരു പ്രക്ഷോഭത്തിനെതിരെ പ്രതിഷേധത്തിന്റെ എതിരെയല്ല, അവരുടെ കൂട്ടത്തിൽ തന്നെ നിന്നില്ലേ. കാരണം അവിടെ തെറ്റ് പറ്റിയെന്നുള്ളത് മനസ്സിലായി. കാരണം നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർച്ച, CBSE എക്സാമിന്റെ മൂല്യനിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ
അതിനകത്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത്രയും വലിയ പ്രക്ഷോഭം നടന്നു. അല്ല പിന്നെ ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പോകേണ്ട കാര്യമുണ്ടോ? പുള്ളിക്ക് അത്രയും പ്രഷർ താങ്ങാൻ പറ്റിയില്ല. കാരണം പുള്ളിയോട് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്രഷർ വന്നതുകൊണ്ട് തന്നെയാണ് അത്രയും സംഭവങ്ങൾ നടന്നത്. പക്ഷെ എന്തായാലും ഇപ്പൊ ഒരു മാപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്, സംഗതി ഓക്കെ. പിന്നെ അതിനകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഒരു ഫെയിൽഡ് ഡയറക്ടർ, അതായത് ഒരു പരാജയപ്പെട്ടു പോയ ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഉന്നം വെച്ചത് സിബി മലയിലിനെയായിരുന്നു. അത് സിബി മല ഇപ്പോൾ അതിനും പോലും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന് ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണെങ്കിലും കയ്യിൽ നിന്ന് വന്നു പോയ അമളി മനസ്സിലാക്കി തിരിച്ചു വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആ ക്ലാരിഫിക്കേഷൻ്റെ അകത്താണെങ്കിൽ പോലും പുള്ളിക്കാരി പറയുന്നത് അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട പോസ്റ്റ് അല്ല, ഞാൻ ഇങ്ങനെ ഇത് ഇട്ട് ഞാൻ ഇതായിരുന്നു കേട്ടോ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സംഗതി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, മനസ്സിലാക്കാനുള്ളവർ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇവരെ സംബന്ധിച്ച് ഈ പേർളി മാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അവർക്ക് ഇനിയും 2-3 ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് വരുമ്പം ഈ പോയ ഫോളോവേഴ്സൊക്കെ തിരിച്ചു കയറി വരും. പിന്നെ അബദ്ധങ്ങൾ വിളിച്ചു പറയാതിരിക്കുക, മാനുഷികമായിട്ടുള്ള കാര്യമാണ്, ആർക്കും പറ്റാം. ഈ 100 പേരുണ്ട്, 100 പേരുടെ നാവിൽ നിന്നും എപ്പോഴും അബദ്ധങ്ങൾ പറ്റാതിരിക്കത്തില്ല. എപ്പോഴെങ്കിലുമൊക്കെ അബദ്ധം പറ്റും. നമുക്ക് ആ ഒരു പോയിന്റ്, ആ ഒരു ടൈമിൽ നമുക്ക് തോന്നുന്ന, നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യം നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ചിലപ്പം എൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ എഴുതിയിടുന്ന പോസ്റ്റിന് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വരുമെന്ന് വിചാരിച്ചിടുന്നതാണ്. കാരണം അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒന്ന് കണ്ണു തുറന്ന് നോക്കുക, വെളിയിൽ എന്താണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ ചിലപ്പം അമളി പറ്റത്തില്ല. എന്താണെങ്കിലും സംഗതി കയ്യിൽ നിന്ന് പോയതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കുറച്ച് ഫോളോവേഴ്സ് പോയതൊന്നും പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. കാരണം പോയവരൊക്കെ തിരിച്ചു കയറി വരും. ഒരു നല്ല 2 പരിപാടി കഴിയുമ്പോൾ പേർളി മാണി കുറച്ച് പരിപാടികൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കയറി വരും. കാരണം അവരുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിരിക്കുന്നത്, നമ്മൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്നതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ്. കുറേ തമാശകൾ നമ്മൾ പറയുന്നില്ല, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നതിലും കുറച്ച് തമാശകൾ, ഇച്ചിരി ചളിയൊക്കെ വാരി എറിഞ്ഞാൽ രസം വരും പരിപാടി. അങ്ങനെ വളരെ രസകരമായ രീതിയിൽ പരിപാടി നടത്തുന്ന ഒരാളാണ്. എന്താണെങ്കിലും തെറ്റുപറ്റി എന്നും പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. അത് നോർമലി നമുക്കൊരു തെറ്റുപറ്റി, അതായത് നമുക്ക് ഒരു കാര്യത്തിനോട് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അപാകതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ഈ മനസ്താപം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടായി തിരിച്ചു വരുമ്പോൾ അക്സെപ്റ്റൻസ് കിട്ടും. എന്തായാലും പറ്റിയത് പറ്റി, ഏതായാലും മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഒരു കള്ളം, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതി ഒരു തെറ്റ് പറ്റി ആ തെറ്റിനെ മറയ്ക്കാൻ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നതിലും നല്ലത് ഒന്ന് പറ്റിയെന്നുള്ളത് മനസ്സിലായിട്ട് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നോർമലി അതാണ് ചെയ്യേണ്ടത്. എന്താണേലും വിഷയങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏകദേശം അടങ്ങിയിട്ടുണ്ട്. ഇപ്പം ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് 10-13 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ അത്രയ്ക്ക് അത് ശക്തമായിരുന്നു. ആ യുവാക്കളുടെ ആ അത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ്, ആ ഒരു സമരം അത്രയ്ക്ക് ശക്തമായിരുന്നു. ചുമ്മാ ഉണ്ടയില്ലാ വേടി അല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതാണ്. കൃത്യമായിട്ട് എവിടെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടി അവർ നടത്തിയ സമരം വിജയിച്ചു. അതിനെപ്പറ്റി എന്താ പറയാ, അതിനെപ്പറ്റി നമുക്കൊന്നും വേറെ തെറ്റായിട്ടൊന്നും പറയാനില്ല. നമുക്കൊരു ഒരു 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 സിസ്റ്റത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ പറ്റിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം അതിന് മാറ്റമൊന്നും സംഭവിക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റുകളൊക്കെ വരുന്നത്. അത് ചിന്തിച്ചും ആലോചിച്ചും ഓരോ കാര്യങ്ങൾ പ്രതികരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും പേർളി മാണിയെ സംബന്ധിച്ച്, പേർളി മാണി വീണെടുത്ത് കിടന്നൊന്നും ഉള്ള പോലെ തോന്നി. പക്ഷെ എന്ത് കഥയെന്ന് പറഞ്ഞാലും 2 ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ പുള്ളിക്കാരി വളരെ എന്റർടൈനിങ് ആയിട്ട് 2 ഇന്റർവ്യൂ ഇട്ട് കഴിയുമ്പം ആളുകൾ പരിപാടി കാണും, റീച്ച് കിട്ടും. ചിലപ്പോൾ അതിൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻസ് കാണും. കമൻസ് കയറുന്നതനുസരിച്ച് പരിപാടി ഈ ചെയ്യുന്ന പ്രോഗ്രാം ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അവർ പിന്നെയും നല്ല ലെവലിൽ നിൽക്കും. ഇത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തല്ല, ആ ഒരു പുള്ളിക്കാരിയുടെ ഒരു ചെയ്യുന്ന വർക്കിൻ്റെ രീതി വെച്ചിട്ട് പറഞ്ഞതാണ്. അവർ ഇനി ആലോചിച്ചും കണ്ടുമൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തെറ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടല്ലോ. അങ്ങനെ ഒരു അവസരമായിട്ട് ഇത് കാണുക. ദാറ്റ്സ് ഓൾ.